ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഞാനിതാ രാവിലത്തെ ഓട്ടവും പിന്നെ അത്യാവശ്യം എക്സസൈസെല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കുന്നിരുത്താന്ന് കാണുന്നില്ല, വേർത്ത് കുളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഓടിയുണ്ടല്ലോ, ഷൂടാണ്ട് ഓടിയത്. അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അതായത് നമ്മളെ കാലിൻ്റെ അടിയിലും കൈവെള്ളിയും നല്ല തയമ്പുണ്ടാകുന്നത് നല്ലതെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ടിപ്സ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അതായത് എനിക്കും എൻ്റെ ഫാമിലിക്കും സക്സസ് ആയിട്ടുള്ളൊരു ടിപ്സാണ്. വേറൊന്നുമല്ല, രാത്രി കിടക്കുമ്പം നമ്മളെ ഈ രണ്ട് മൂക്കടയല്ല, അപ്പോൾ ഈ മൂക്കടപ്പ് മാറാൻ വേണ്ടിയുള്ള ചെറിയൊരു ടിപ്സാണ് ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ ഇതുപോലെ മുമ്പ് കുറച്ച് ടിപ്സ് പറഞ്ഞതിന് ഒന്ന്, രാവിലെ എണീച്ചാൽ വായനാറ്റം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ടിപ്സ് പറഞ്ഞ്, പിന്നെ നമ്മുടെ വയറ് ക്ലീൻ ആവാനും വയറ്റ് നല്ല സ്മൂത്തായിട്ട് പോകാനും വേണ്ടിയുള്ള ഒരു ടിപ്സ്. നേർപ്പിച്ച് ഉപ്പുവെള്ളത്തിൽ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ്റേത് വെള്ളം കുടിക്കുമ്പോൾ ഇങ്ങനെ പൊന്തിച്ച് കുടിക്കുക എന്നുള്ളതാണ്. ഇത് മിക്കവരും കണ്ടിട്ടുണ്ടാകും. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ രണ്ട് വീഡിയോൻ്റെ ലിങ്കും കമൻറ്റ് ബോക്സിലിടാം, നിങ്ങൾ അവിടെ നിന്ന് കണ്ടാൽ മതിയാ. പിന്നെ ഈ ഉപ്പുവെള്ളത്തിൻ്റെ ഒരു കാര്യം പറയാം, കുറേ ആൾക്കാർ അതിന് നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ വെള്ളം കുടിനെ പറ്റി കുറേ ആൾക്കാർ നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ നെഗറ്റീവ് പറയുന്നതുകൊണ്ട് ഞാൻ പറയാം, ഈ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡോക്ടർക്ക് പോയി ചോദിച്ചു നോക്ക്. എന്നിട്ട് പറ, രാവിലെ എണീച്ചിട്ട് ഡോക്ടർ എനിക്ക് വായനാറ്റുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അവർ ഒന്നേ പറയുള്ളൂ, വായനാറ്റം ഉണ്ടെങ്കിൽ താങ്കൾ പോയിട്ട് ബ്രഷ് ചെയ്യൂടെ ഒന്നേ പറയുള്ളൂ. ഞാൻ ഒരുപാട് ആളോട് ചോദിച്ചേ, രാവിലെ എണീച്ചിട്ട് വായനാറ്റം എന്ന് ചോദിക്കുമ്പോൾ അവരും പറയാം ബ്രഷ് ചെയ്തിട്ടില്ലേ വായനാറ്റം ഉണ്ടാകാൻ പറ്റും, അത് ലോകത്തുള്ള മനുഷ്യന്മാർക്കുള്ള ഒരുപോലെയാണ് എല്ലാ ഡോക്ടർമാരും പറഞ്ഞിട്ടുള്ളത്. എനിക്കറിയുന്ന ഡോക്ടർമാരിൽ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഈ വിമർശിക്കുന്നവർക്ക് കാര്യം പിടികിട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ ടിപ്സ് കഴിഞ്ഞിട്ട് ഗുണമുള്ളവർ ഒരുപാട് ആൾക്കാരുണ്ട്. ഇനി അവരോടാണ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്. നമ്മൾ ഈ ടിപ്സ് ചെയ്തിട്ട് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഒന്നുമില്ല, എനിക്കിതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാനിത് എൻ്റെ ശരീരത്തിൽ അതുപോലെ എൻ്റെ ഫാമിലിയിൽ മാത്രമേ പരീക്ഷിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ള ആൾക്കാരെ കാര്യം അറിയില്ല. അപ്പോൾ ഇതിൻ്റെ കുറ്റങ്ങളുണ്ടെങ്കിൽ അതിനെപ്പറ്റിയും എനിക്കൊന്ന് അറിയാനും അതിനെപ്പറ്റി ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചോദിക്കുന്നത്. ഇതിലെന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടായിട്ട്, അതായത് ബ്രഷ് ചെയ്തിട്ട് വല്ല പല്ല് കുളിപ്പോ കാര്യം. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ബ്രഷ് ചെയ്യുമ്പോൾ നേർപ്പിച്ച ഉപ്പുവെള്ളം മാത്രം യൂസ് ചെയ്യുക. നേർപ്പിച്ച ലൈറ്റ്, വളരെ ലൈറ്റ് ഉപ്പുവെള്ളമേ വേണ്ടു. അതൊരു പേരിനൊരു ഉപ്പേ വേണ്ടു, ശരിക്കും അധികം ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഞാൻ മുന്നേ അധികം ഉപയോഗിച്ച സമയത്ത് എനിക്ക് പല്ല് പുളിപ്പുണ്ടായിട്ടുണ്ട്. ആ പല്ല് പുളിപ്പിപ്പ് ക്രമേണ മാറി മാറി വരുന്നുണ്ട്. ഞാൻ ഈ നേർപ്പിച്ച ഉപ്പുവെള്ളമാക്കുന്നുണ്ട്, അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ എനിക്ക് പറയാനുണ്ട്. പിന്നെ ഞാനീ പറഞ്ഞ വെള്ളം കുടിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും പറയണം. അതിനുള്ള ചാൻസ് വളരെ കുറവാന്ന് തോന്നുന്നു. കാരണം ഞാനിതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ തമിഴ്നാട്ടിൽ തമിഴന്മാരിൽ ഏതോ കാലമായിട്ട് വെള്ളം ഇങ്ങനെ പൊന്തിച്ചിട്ട് കുടിക്കൽ. ഇത് നമ്മളെ അമ്മയാണ് പറഞ്ഞത്. അമ്മ കുറേ വർഷം തമിഴ്നാട്ടിലുണ്ടായത്. അമ്മ പറഞ്ഞാൽ അവിടെ നിന്ന് എല്ലാവരും ഇങ്ങനെ തന്നെ കുടിക്കൽ ഉപയോഗിച്ചു. അതുകൊണ്ട് ഇങ്ങനെ കുടിച്ചൊന്നും ആവില്ല. ചില ആൾ പറഞ്ഞ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും ചിലപ്പോൾ. പിന്നെ വായിൽ അണുക്കൾ കയറും. പിന്നെ ചുണ്ട് വെച്ച് നാവറിഞ്ഞ് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ ആൾ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ മണ്ടത്തരാവാനാ ചാൻസ്. കാരണം ആ നാട്ടുകാർ കംപ്ലീറ്റ് അങ്ങനെ കുടിക്കുന്നത്. അതുപോലെ തന്നെ അവരാരോഗ്യം പെർഫെക്റ്റാണ്, അവർക്ക് രോഗപ്രതിരോധ ശക്തി വളരെ കൂടുതലാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കില്ല. വേറൊന്നുമല്ല, അവരുടെ റൂട്ട്, അതായത് വയറിൻ്റെ റൂട്ട്, ആ വയറ് വളരെ ശുദ്ധമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പ്രതിരോധ ശക്തി വരുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയപ്പോൾ. ഈ വിമർശിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തമിഴ്നാട്ടുകാർ നോക്കിക്കഴിഞ്ഞാൽ ആ വെള്ളം കുടിയുടെ കാര്യം മനസ്സിലാവുന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ടിപ്സ് ചെയ്തവരൊക്കെ എന്തായാലും ഇതിനൊരു ഉത്തരം തരണം, അനുഭവം എന്തായാലും പറയാമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇനി നമ്മളെ അടുത്ത ടിപ്സിലേക്ക് വരാം. അതായത് രാത്രി ഉറങ്ങുമ്പോഴുള്ള മൂക്കടപ്പ്. ഇതെനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാർക്കും ഉണ്ട് എന്നുള്ളതാണ്. എനിക്ക് വളരെ കാര്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു പരിഹാരമായത്. പണ്ടൊക്കെ ഞാൻ ചെയ്യുന്നതെന്ന് പറയുക, മൂക്കിൽ തുള്ളി തുള്ളി മരുന്നിട്ടിക്കും. ഇത് ഇവിടെ ഇംഗ്ലീഷ് മെഡിക്കൽ ഷോപ്പ് പോയി കഴിഞ്ഞാൽ കിട്ടുന്നൊരു സാധനമല്ലേ, അത് ഇട്ടിക്കുക. പിന്നെ അത് നല്ല സുഖം, ഉറ്റച്ചാട് മൂക്ക് രണ്ട് തുറന്നു വരും, അപ്പോൾ ഉറങ്ങാൻ നല്ല സുഖമാണ്. പിന്നെ ഇത് ശീലാക്കിയ പിന്നെയുള്ള ആപത്തെന്നാണെന്നറിയുക, പിന്നെ ഈ ശ്വാസം വലിക്കുന്നത് അറിയുന്നില്ല, മൂക്കിന് അറിയുന്നില്ല, ആ ഒരു തണുപ്പറിയില്ല. കാരണം ഇവിടെയുള്ള എന്തോ ഒരു മരവിച്ചോല. പിന്നെ രാത്രി നോക്കുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ശ്വാസം മുട്ടലായി ഇപ്പോൾ ഈ അവസ്ഥയാണ് ഈ മൂക്കിൽ സ്ഥിരമായിട്ട് ഇടിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട. നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ടിപ്സാണ് ഇത്. നിങ്ങൾക്ക് സക്സസ് ആവുമെന്ന് അറിയില്ല, എനക്കും എൻ്റെ മക്കൾക്കും ഭാര്യക്കെല്ലാം ഇത് സക്സസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സക്സസ് ആവുമെന്ന് വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇതിനെപ്പറ്റി നിങ്ങൾ വല്ല വൈദ്യന്മാർക്ക് ഡോക്ടറെടുക്കോ ചോദിച്ചാലൊന്നും അവർക്ക് അറിയില്ല. ഇത് എനിക്ക് സക്സസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇത് എല്ലാവർക്കും സക്സസ് ആവുമെന്നും അറിയില്ല. പിന്നെ ഏതായാലും ഞാൻ അധികം വിശദീകരിച്ച് പോകുന്നില്ല. എൻ്റെ വീഡിയോക്ക് എല്ലാവരും കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ വിശദീകരിച്ച് പറയുന്നത് ബോറടിക്കുന്നത് പല ആളും പറയലുണ്ട്. അത് മുമ്പത്തെ വീഡിയോയിലും അങ്ങനെ ഒരു കമൻറ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വിശദീകരിച്ച് പറഞ്ഞ് തിരിയാത്ത ആൾക്കാരുണ്ട്, അതുകൊണ്ട് അത് വിശദീകരിക്കുന്ന ഏതായാലും നമ്മളെ മൂക്കടപ്പിനെ പറ്റി മാത്രം പറയാം. മൂക്കടക്കുമ്പോൾ നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ മൂക്കടപ്പെങ്കിൽ ഉറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ. അപ്പോൾ എന്നാൽ വേണ്ടതെന്നുള്ളത് അത് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മുടെ ഈ ഉള്ളം കൈയിലാണ് ഇതിൻ്റെ ടിപ്സ് ഉള്ളത്. കാരണം ഈ ഉള്ളം കൈയാണ് ഇതിൻ്റെ ഒരു മർമ്മമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എൻ്റെ അനുഭവത്തിൽ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരണമെങ്കിൽ ശ്രുതിനെ വിളിക്കണം. ക്യാമറ പിടിക്കാൻ ഒരാളുണ്ടെങ്കിൽ എനിക്കിത് കാണിച്ചു തരാൻ പറ്റൂല. വിളിക്കട്ടെ ശ്രുതി. അത് നമ്മളെ മമ്മി വരുന്നുണ്ട്. ഹായ് ശ്രുതി, ഒന്നിങ്ങി വരുക, ചെറിയ പണിയുണ്ട്.
ഇന്ന് പുതിയൊരു ടിപ്സിനെ പറ്റി ആൾക്കാരെ പരിചയപ്പെടുത്താനാണ്. ഇതാ ഒരാൾ പാവം അടുക്കളയിൽ നിന്ന് ഇതാ കഷ്ടപ്പെടുമെന്ന്, മക്കളെ യാത്ര അയക്കണം, ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കണം, അങ്ങനെ രാവിലത്തെ കഷ്ടപ്പാടിൽ എന്തിട്ട് കഴിഞ്ഞാൽ തിരക്കെല്ലാം കഴിഞ്ഞാൽ അതെയാ. എന്നാൽ പിന്നെ കുറച്ച് സമയം കേട്ടോ. ഓക്കെ, എന്നാൽ പിന്നെ മൊബൈൽ പിടിച്ചോ. അപ്പോൾ ടിപ്സ് കണ്ടേ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ ഉള്ളം കൈ ഉണ്ടല്ലോ ഞാൻ ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾ പരീക്ഷയൊക്കെ സക്സസ് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും നല്ല നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണേ. ചെയ്ത് ഇത്രയേ ഉള്ളൂ. ഈ ഉള്ളം കൈ ഞാൻ മലന്ന് കിടന്നെടുക്കുന്നത് ഇതാ നമ്മുടെ, അതായത് നമ്മളിട്ട പാൻറ്റോ ട്രൗസറോ ലുങ്കി എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് കൂടെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ അമർത്തി വെക്കുക. അതായത് നമ്മുടെ ഈ രണ്ട് സൈഡ്, അത് നമ്മളെ കൈ ഉള്ളം കൈ ചൂടാവണം എന്നുള്ളതാണ് കാര്യം. പിന്നെയോ ഈ പൊസിഷനിൽ എന്തോ ഗുണമുണ്ട് എന്നുള്ളതാണ് കാര്യം. എനിക്ക് ഇത് രണ്ടിലേതാ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് ഈ കൈ ചൂടാവുന്നതിലാണ്. ഇങ്ങനെ ഇവിടെ അമർത്തി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നിങ്ങൾ കിടക്കുമ്പോഴല്ല നിങ്ങൾ 2 മൂക്ക് അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മൂക്ക് തുറന്നു വരും. അങ്ങനെയാണ് എനിക്കുണ്ടായ അനുഭവം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ടിപ്സ് എന്തായാലും ഒന്ന് പരീക്ഷിക്കുക. എൻ്റെ പരീക്ഷിച്ച് ഇതിൻ്റെ റിസൾട്ട് എന്തായാലും ഒന്ന് പറഞ്ഞു തരുമെന്നാണ്. ഒന്നുകൂടി ഞാൻ പറയാം, നമ്മൾ മലന്ന് കിടക്കുക 2 സൈഡും, അതായത് നമ്മളെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ നമ്മളെ ബോഡിയിലാണ് വെക്കണം, സ്കിന്നിലാണ് വെക്കേണ്ടത്. മനസ്സിലായല്ലോ? അതായത് പാൻറ്റോ നിങ്ങളിട്ട് ഡ്രസ്സെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്കൂടെ കൈയിട്ടിട്ട് ഇവിടെ അമർത്തി വെക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ അല്ല 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളെ കൈ കുറച്ച് ചൂടാവും. ആ സമയത്ത് മൂക്ക് ഓപ്പണായിട്ട് വരുവേ. ഇത് ഞാൻ പല ടൈമും ചെയ്യുന്നുണ്ട്. ചിലതെന്ന് വെച്ചാൽ രാത്രി ഭയങ്കര തണുപ്പുണ്ടാകും, നമ്മൾ സുതി AC ഇട്ട് വെക്കും. അപ്പോൾ ആ സമയത്ത് തണുപ്പ് കുറയാനും ഞാൻ ഈ ഒരു സംഗതി ചെയ്യലുണ്ട്. കാരണം പുതച്ചാലും ഭയങ്കര തണുപ്പാകുമ്പോൾ ഞാൻ ഇതുപോലെ ചെയ്യുമ്പോൾ അത്യാവശ്യം ചൂട് കിട്ടാറുണ്ട്. ഇനി ഇതിങ്ങനെ ആവാനുള്ളൊരു കാരണം ഞാൻ പറയാൻ എനിക്ക് ശ്രുതിനെ വിടാം. ഓക്കെ, മക്കൾ സ്കൂളിൽ പറഞ്ഞേക്കേണ്ടതാണ്. ക്യാമറ പിടിച്ച് നടക്കില്ലല്ലോ ശ്രുതി, എന്നാൽ പേമ്പട്ടോ ക്യാമറയ്ക്ക് വന്നേ. അപ്പോൾ നമ്മൾ ടിപ്സ് ഉണ്ടല്ല, സംഗതി ഒരു വിചിത്രമായിട്ട് തോന്നുന്നുണ്ടാവില്ലേ. ഇത് ഇന്നേ വരെ ഒരു ഡോക്ടർമാരോ അല്ലെങ്കിൽ വൈദ്യന്മാരോ പറയാത്തൊരു സംഭവമാണ്. ഇത് എനിക്ക് സക്സസ് ആയിട്ടുള്ളതാണ്, ഞാൻ പരീക്ഷിച്ച് വിജയിച്ചൊരു സംഭവമാണ്. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ഒന്നും നടത്തിയിട്ടില്ല. ഇനിയിപ്പോൾ ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് സക്സസ് ആണെങ്കിൽ ഞാൻ തീർച്ചയായും ഇതിനെപ്പറ്റി എൻ്റെ ചിന്ത കൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി ഒരു റിസർച്ച് നടത്തും. എന്തായാലും ഇതിനെപ്പറ്റി എനിക്ക് തോന്നിയ കാര്യം ഞാനൊന്ന് പറയാം. പിന്നെ വേറൊന്നുമില്ല, എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പോയിന്, ഇവിടെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിലപ്പോൾ അവിടെ ഈ മഞ്ഞയ്ക്കുള്ള ഒരു വലിയ ഹാളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തണുപ്പുള്ള സ്ഥലത്ത് കയറിയ സമയത്ത് കൈക്ക് ഗ്ലൗസ് ഇട്ടതിന്, അതുപോലെ ഷൂവും കാര്യമൊക്കെ ഇട്ടതിന്. അപ്പോൾ ഈ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൈക്ക് ഗ്ലൗസ് ഇട്ടപ്പോൾ മക്കൾ എടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ ഗ്ലൗസ് ഉരിച്ചടിയപ്പോൾ എനിക്ക് ഇതിൻ്റെ അവസ്ഥ മനസ്സിലായി, നമ്മളെ കൈവെള്ളേൻ്റെ അവസ്ഥ മനസ്സിലായി. കാരണം കൈവെള്ളം എന്ന് വെച്ചാൽ നമ്മളെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് എന്താ പറയണ്ടത് ആഗിരണം ചെയ്യുന്നതോ അല്ലെങ്കിൽ തണുപ്പ് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്ന സ്ഥലം നമ്മൾ ഈ കൈവെള്ള എന്നുള്ളത് അന്ന് എനിക്ക് ഹൈലൈറ്റ് മാളെന്നാണ് മനസ്സിലായത്. കാരണം നമുക്ക് ഈ ഗ്ലൗസിലാണ് നിൽക്കാൻ കഴിയുന്നില്ല. എനിക്കൊന്ന് ഈ ഐസ് സ്ഥലങ്ങളിൽ, മഞ്ഞുള്ള സ്ഥലങ്ങളിൽ പോയായിരിക്കും മനസ്സിലാകും ഗ്ലൗസിലാണ് നിൽക്കാൻ കഴിയില്ല. കാരണം കൈ പിന്നെ മരം പോലെ കൈ വേദനയാണ്. അപ്പോൾ നമ്മളെ ഈ കൈവെള്ളം എന്ന് പറയുന്ന സാധനത്തിന് തണുപ്പ് അത്ര സഹിക്കാൻ പറ്റാത്ത സംഗതി. കാരണം നമ്മളെ മുഖത്തിനോ ബാക്കി ശരീരഭാഗത്തിനൊന്നും വലിയ പ്രശ്നമില്ലെങ്കിലും കൈവെള്ളം എന്നുള്ളൊരു സാധനം ഒരു പ്രധാനപ്പെട്ട മർമ്മം എന്നുള്ളത് അന്ന് ഹൈലൈറ്റ് മാളെന്ന് ഞാൻ പഠിച്ചു. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് വരുന്നതും ഇങ്ങനെ ഒരു കാര്യം ചെയ്തതും. അപ്പോൾ അതെനിക്ക് സക്സസ് ആയിട്ട് നിങ്ങൾക്ക് സക്സസ് ആവുന്നുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എന്തായാലും കമൻറ്റ് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ള. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയേ, മൂക്കടപ്പുള്ളവർ നിർബന്ധമായിട്ടും രാത്രി കിടന്ന് മൂക്കടപ്പാങ്കിൽ മൂക്ക് 2 ചീറ്റി കളഞ്ഞിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് മൂക്ക് കംപ്ലീറ്റ് വലിച്ച് കയറിയിട്ട് പോയിട്ട് ഇത് ചെയ്താലൊന്നും സക്സസ് ആവില്ല. മൂക്കിലുള്ള നമ്മുടെ ഈ സംഗതി ഉണ്ടല്ലോ എല്ലാം ചീറ്റി കളഞ്ഞ് മൂക്ക് നല്ല ക്ലിയർ ആക്കുക. ആ സമയത്തൊരു അടപ്പുണ്ടാകും. ഈ മൂക്കടപ്പിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കിയത് അവിടുത്തെ ദശ വണ്ണം വെക്കുന്നത് കൊണ്ടും അതുകൊണ്ട് അത് അടയുന്നതുമാണ്. അത് നമ്മളെ പകൽ ഈ മൂക്കടയെങ്കിൽ രാത്രി ചിലപ്പോൾ ഈ മൂക്ക ചില കടയ ഇതിങ്ങനെ മാറി മാറി വരുമെന്നും പൂർണ്ണ ആരോഗ്യമുള്ള ഒരാളുടെ മൂക്ക് 2ഉം നല്ല ക്ലിയർ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള. ഇതിനെപ്പറ്റി ഞാൻ വായിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ അമിത ഭക്ഷണം കഴിക്കുന്നവർക്ക് മൂക്കടപ്പിനുള്ള സാധ്യത കൂടുതലാണ്. എനിക്ക് അമിത ഭക്ഷണ ശീലമുള്ളതാണ്, മൂക്കടപ്പുണ്ട്. അതുപോലെ അമിത ഭക്ഷണമുള്ളവർക്ക് കഫക്കെട്ട് കാര്യങ്ങളുണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് 2ഉം എനിക്കുണ്ട്. എന്നോട് എൻ്റെ പഴയ ടിപ്സ് കണ്ടിട്ട് ഞാനേതോ വൈദ്യനാട്ടെ വെച്ചിട്ടാണ് കുറേ ആളോട് ചോദിച്ചിന് കഫമുണ്ട്, കഫം മാറാൻ എന്താ ടിപ്സ് എന്നെല്ലാം ചോദിച്ചിരുന്നത്. അപ്പോൾ കഫം മാറാൻ ഞാൻ ചെയ്യുന്ന ടിപ്സ് എന്ന് വെച്ചാൽ ഭക്ഷണം മിതമായി കഴിക്കുക എന്നുള്ളതാണ്. രാത്രി ഭക്ഷണം മാക്സിമം ചെറുങ്ങനെ കഴിച്ച് കിടന്നുറങ്ങുക എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും പ്രധാനം രാവിലെ എണീച്ച് നല്ല ഊട്ടി വേർപ്പിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഞാൻ കഫത്തിന് വേണ്ടി ചെയ്യുന്ന ടിപ്സ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സംസാരവും ഒരുപാട് ദീർഘിപ്പിച്ചതിൽ ക്ഷമിക്കണം, വേറൊന്നുമല്ല. ചില ആൾക്കാർക്ക് ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞാലേ കാര്യം മനസ്സിലാവുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയ്ക്ക് വിശദീകരണം. അപ്പോൾ ഏതായാലും ഇത് സക്സസ് ആണെങ്കിൽ നമുക്കിതിനെ പറ്റിയുള്ള ചർച്ച അടുത്ത വീഡിയോയിൽ എന്തായാലും നടത്താം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ശരി, ഏതായാലും ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുക. ശരി, എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈ.